നമസ്കാരം. SB ഇലക്ട്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടു പോൾ കോണ്ടാക്ടറും ഒരു പുഷ് ബട്ടണും ഓൺ ഓഫ് പുഷ് ബട്ടൺ വെച്ചുള്ള ചെറിയ സിമ്പിളായിട്ടൊരു കണക്ഷനാണ്. നമുക്ക് വീട്ടിലേക്ക് കളയാം. ടു പോൾ കോണ്ടാക്ടർ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന അതിന് പറയാം. നമുക്ക് ഇൻ കൊടുക്കാൻ വേണ്ടി T1 T2 ടെർമിനൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ട്രിപ്പോൾ കോണ്ടാക്ടറാണ്. ട്രിപ്പോൾ കോണ്ടാക്ടർ L1 L2 T1 T2 ഈ L3യും 3 ഇല്ല, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം ആണ്, ഫങ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നമ്മുടെ മെയിനായിട്ട് കോണ്ടാക്ട് പിടിച്ച് കിട്ടുന്ന കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് പിടിക്കാൻ വേണ്ടിയുള്ളത് ഒരു റിലേ ഉണ്ട്. ആ റിലേയുടെ 2 ലീഡ്സ്. അതിന് ഈ കോണ്ടാക്റ്റിൻ്റെ പ്രത്യേകത ഇന്ന് ഇവിടെ ടെർമിനൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടെർമിനൽ വരുന്നുണ്ട്. കണ്ടോ? ഓക്കെ. ഇനി പുഷ് ബട്ടണിൽ ഒരു NO കോണ്ടാക്റ്റും ഒരു NC കോണ്ടാക്റ്റും. നോർമലി ഓപ്പൺ NO, നോർമലി ക്ലോസ് കോണ്ടാക്റ്റ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കോണ്ടാക്ടറിൻ്റെ T1 T2യിലേക്കാണ് ഇന്ന് കൊടുക്കുന്നത്. ഇതിനൊരു ടു പോൾ കോണ്ടാക്റ്റിലേക്കുള്ള കണക്ഷൻ. T1 T2യിലേക്കാണ് നമ്മൾ ഇൻകമിങ് കൊടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ എടുത്തേക്കുന്ന വയറ് ന്യൂട്രന് ബ്ലാക്കും ഫേസിന് റെഡുമാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ T1 T2യിലേക്ക് കൊടുത്ത് അതിൻ്റെ ഔട്ട് കൊടുക്കുന്നത്. ഔട്ട് തൽക്കാലം നമ്മളൊരു ബൾബ് കണക്ഷനാണ് ഔട്ടായിട്ട് കൊടുത്തേക്കുന്നത്. അതിനും ഒരു ബ്ലാക്കും റെഡുമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഫേസിൻ്റെ കറക്റ്റായിട്ട് മേളിൽ തന്നെ ഞാൻ റെഡ് വയർ കൊടുത്തിട്ടുണ്ട്, L2ൽ കൊടുത്തിട്ടുണ്ട്. L1ൽ ന്യൂട്രൽ, T1ൽ ന്യൂട്രൽ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് L1ൽ ന്യൂട്രൽ കൊടുക്കുന്നു. ബ്ലാക്ക് വയർ L1ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ വർക്കിങ്ങും ബാക്കി കണക്ഷൻസും എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ T1 T2 കൊടുക്കുന്ന ഫേസ് കൊടുത്തു. ആ ഫേസിൽ നിന്ന് തന്നെ നമ്മൾ T2ൽ കണക്ഷൻ. അവിടെ നിന്ന് ഞാനൊരു യെല്ലോ വയർ കൊണ്ടുവന്നു. യെല്ലോ വയർ കൊടുത്തിട്ട് ഈ പുഷ് ബട്ടണിലേക്ക് ആണ് കണക്ഷൻ കൊടുക്കുന്നത്. പുഷ് ബട്ടണിൻ്റെ യെല്ലോ കോണ്ടാക്റ്റിൻ്റെ 4, ഇവിടെ 3യും 4ഉം ഉണ്ട്. അതിൽ 4ലേക്കാണ് ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫേസ് വന്നു, ഇങ്ങനെ വന്നു. ഈ 4 യെല്ലോ കോണ്ടാക്റ്റിൻ്റെ 4ൽ വന്നു. അവിടുന്ന് നമ്മൾ പുഷ് ചെയ്യുന്ന സമയം മാത്രമേയാണ് ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ആ സമയത്തുമാണ് ഇത് ക്ലോസ് ആവത്തുള്ളൂ. എല്ലാ സമയത്തും നോർമലി ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3ലേക്ക് കണക്ഷൻ വരും. 3ലേക്ക് ലൈൻ വരും. 3യിൽ നിന്ന് ലൈൻ വന്നിട്ട് ആ ലൈൻ ഇതിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്, NCയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ വയറിൽ കൊടുക്കുന്ന നമ്മൾ NC ലിങ്ക് ചെയ്യുന്നത് 2ലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. NCയുടെ 2ലും 1ഉം കോണ്ടാക്റ്റ് ഉണ്ട്. അതിൻ്റെ 2ലാണ് ലിങ്ക് ചെയ്യിക്കുന്നത്. ആ ലിങ്ക് ചെയ്യുന്നത് ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടുന്ന് ക്ലോസ് ആവും. ഇവിടുന്ന് ക്ലോസ് ആയിട്ട് ആ കണക്ഷൻ ഈ 1ൽ വരും. 1ൽ നിന്ന് ലൈൻ വന്നിട്ട് ഈ ലൈനിനെ തന്നെ ഇവിടുന്ന് കണക്ഷൻ ചെയ്ത് കൊണ്ടുവന്ന് ഈ കോയിലിൻ്റെ ഇത് താഴെ ഒരു കോയിലുണ്ട്. ഈ കോയിൽ പിടിച്ചാണ് ഈ കോണ്ടാക്ട് വർക്ക് ആവുന്നത്. അപ്പോൾ ആ കോയിലിൻ്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേ ടെർമിനലിൽ കോയിൽ പിടിക്കുന്ന ഒരു ന്യൂട്രൽ വേണം. മറ്റേ ടെർമിനലിൽ ആ ന്യൂട്രലിനെ എടുത്ത് ഞാൻ ഇവിടുന്ന് നമ്മുടെ ഇൻകമിങ് വരുന്ന ന്യൂട്രൽ ഉണ്ടല്ലോ, T1ൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, T1 ഒന്ന് ലിങ്ക് ആവുന്നുണ്ട്. ന്യൂട്രൽ നമ്മളിവിടെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ന്യൂട്രൽ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും കണക്ഷൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കി. അപ്പോൾ കറണ്ട് ഇവിടുന്ന് വരുന്നു. ഇവിടുന്ന് വന്ന കറണ്ടിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു, ലൈനിനെ ഇവിടുന്ന് കൊണ്ടുവന്നു. ഈ NO കൊടുത്തു. NOയിൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് എനിക്ക് നോർമലി ഒന്ന് ക്ലോസ് ആവുന്ന സമയത്ത് ഈ NC വഴി കയറി വന്ന് ഇങ്ങനെ വന്നു നമ്മുടെ കോയിൽ പിടിക്കുന്നു. കോയിൽ ഇപ്പോൾ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്, കോയിൽ പിടിക്കുന്നു. പക്ഷേ കോയിൽ പിടിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ലോഡ് വർക്ക് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടി നമ്മുടെ ഈ ലോഡിൻ്റെ ഔട്ട് പോകുന്ന ഫേസിൽ നിന്നൊരു വയർ എടുത്ത് കൊണ്ടുവന്ന് ഈ നോർമലി ക്ലോസ് സ്വിച്ചിൻ്റെ 2 ടെർമിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഒരു ടെർമിൽ കൊടുക്കുമ്പോൾ ഓൺ ആവുന്ന സമയത്ത് കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, ഇവിടുന്ന് കയറി വരുന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്നു ഈ NOയുടെ 4ൽ വന്ന് നിൽക്കും. ഇവിടം വരെ കാണത്തുള്ളൂ, ഇങ്ങോട്ട് വരില്ല. നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ.
അപ്പോൾ അവിടെ ഒന്ന് കറണ്ട് കട്ടായി നിൽക്കുന്നു. അപ്പോൾ ഇത് കോൺടാക്ട് ചെയ്ത് കോയിൽ പിടിക്കണം. കോയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ലോഡിൽ നിന്ന് വരുന്ന കറണ്ട് ഇതിലേക്ക് ഈ ബ്ലൂ വയർ കണക്ഷൻ്റെ കൂടെ വന്ന് ഈ ടൂയിൽ വന്നു കഴിയുമ്പോൾ ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. ടൂയിൽ നിന്ന് ക്ലോസ് ആയതുകൊണ്ട് നോർമലി ക്ലോസ് ആയതുകൊണ്ട് ഈ കണക്ഷൻ വഴി ഈ 1 വഴി ഇങ്ങനെ വന്ന് കോയിൽ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മളിത് വർക്കാവും. ഓക്കെ, ഇതൊരു സിമ്പിൾ കണക്ഷനാണ്. നിങ്ങൾക്ക് മറ്റൊരു സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ പുറകിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നന്ദി.